LDF സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം ഇപ്പോൾ കൺവീനർ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. സംസ്ഥാനത്തെ 20 നിയോജകമണ്ഡലങ്ങളിൽ 16 നിയോജകമണ്ഡലത്തിൽ CPIM സ്ഥാനാർത്ഥികളും 4 മണ്ഡലങ്ങളിൽ CPI സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത്. ബന്ധപ്പെട്ട പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പൂർത്തീകരിച്ച് പാർട്ടി നേതാക്കൾ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം പിന്നീട് നടത്തുന്നതാണ്. പൊതുവെ ഇന്നത്തെ സാഹചര്യം നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ അധികാരഭ്രഷ്ടമാക്കുക എന്ന രാഷ്ട്രീയ ശരിയുത്തരത്തിന്റെ പ്രയോഗമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്. കേരളീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരമാവധി വിജയമുണ്ടാക്കാനുള്ള ഒരു അനുകൂല സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്ന എല്ലാ ബഹുജന ക്യാമ്പയിനുകളിലും വിശേഷിച്ച് സഖാവ് കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും നേതൃത്വം നൽകിക്കൊണ്ട് നടത്തിയ പ്രചരണ ജാഥകൾ വലിയ ജനകീയ പിന്തുണയാണ് നേടിയെടുത്തിട്ടുള്ളത്. മറ്റ് ചില പ്രചരണ ജാഥകൾ നടന്നെങ്കിലും അതിനെയൊക്കെ അപേക്ഷിച്ച് വലിയ ബഹുജന പിന്തുണ ദൃശ്യമായതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രചരണ ജാഥകളും മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് തൃശ്ശൂരിൽ നടന്ന സമാപന റാലിയും. കേരളത്തിലെ ഇടതുപക്ഷ മുന്നേറ്റത്തെ ദുർബലപ്പെടുത്താൻ UDF പതിവ് പോലെ BJPയുമായിട്ടുള്ള വോട്ട് കൈമാറ്റത്തിൻ്റെയൊക്കെ ഗൂഢാലോചനകൾ നടന്നു വരുന്ന ഒരു സന്ദർഭമാണ്. രാജ്യം നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളിൽ കേന്ദ്രഭരണത്തിന്റെ ഭരണപരാജയം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദൃശ്യമായിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയെ നാട് നേരിടുകയാണ്. തീവ്ര സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം വിമാനത്താവളം ഉൾപ്പെടെ അദാനിക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്ഥിതി വന്ന് ചേർന്നിരിക്കുകയാണ്. തീവ്ര ഹിന്ദുത്വ ശക്തികൾ രാജ്യഭരണത്തിൽ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന അപകടകരമായ പ്രവണതകളുടെ പൊതുചിത്രം നമ്മുടെ സമൂഹത്തിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയുമാണ്. ഈ തെറ്റായ പ്രവണതകളോടുള്ള കേരളീയ പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയ പ്രതികരണമാണ് ഇടതുപക്ഷ മുന്നേറ്റത്തിലൂടെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ പരമാവധി വിജയം ഇടതുപക്ഷ മുന്നണിക്ക് നേടിയെടുക്കാനാകുമെന്ന പ്രത്യാശയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന സമിതി യോഗത്തിൽ പൊതുവെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിപുലമായ സംഘടനാ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് സഹായകരമായ രൂപത്തിൽ നടത്താൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ലോക്സഭാ മണ്ഡലം കൺവെൻഷനുകൾ മാർച്ച് മാസം 10-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. കാസർഗോഡ് മാർച്ച് 12, കണ്ണൂർ വടകര മാർച്ച് 12, കോഴിക്കോട് മാർച്ച് 11, വയനാട് മാർച്ച് 14, മലപ്പുറം മാർച്ച് 11, പൊന്നാനി മാർച്ച് 14, പാലക്കാട് മാർച്ച് 10, ആലത്തൂർ മാർച്ച് 12, തൃശൂർ മാർച്ച് 11, ചാലക്കുടി മാർച്ച് 12, എറണാകുളം മാർച്ച് 11, ഇടുക്കി മാർച്ച് 12, കോട്ടയം മാർച്ച് 12, ആലപ്പുഴ മാർച്ച് 11, പത്തനംതിട്ട
മാർച്ച് 12, മാവേലിക്കര മാർച്ച് 12, കൊല്ലം മാർച്ച് 12, ആറ്റിങ്ങൽ മാർച്ച് 11, തിരുവനന്തപുരം മാർച്ച് 13. ഈ നിലയിലാണ് പാർലമെന്റ് നിയോജകമണ്ഡലം സമിതികൾ യോഗം ചേരാൻ പോകുന്നത്. 20-ാം തീയതിക്ക് മുമ്പായി സംസ്ഥാനത്തുള്ള എല്ലാ തലത്തിലുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് സംഘാടക സമിതികൾ രൂപം കൊള്ളുകയും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി നമ്മുടെ സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രചരണ പരിപാടികളും സമാന്തരമായിട്ട് തന്നെ ആരംഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ LDF യോഗം ചർച്ച ചെയ്ത് അംഗീകരിച്ചത്. ഘടകകക്ഷികൾ എല്ലാം ഒരുമിച്ചിരുന്ന് എടുത്തൊരു തീരുമാനമാണ്. പിന്നെ എല്ലാവരും വളരെ സംതൃപ്തിയോടു കൂടിയാണ് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് നല്ല നിലയിൽ ചർച്ച ചെയ്ത് ഏകണ്ഠമായിട്ട് തന്നെയാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത്. ജനതാദൾ എസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മികവാർന്ന നിലയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവര് ആ നിലയിലുള്ള എന്തെങ്കിലും പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. മുന്നണിക്കകത്ത് ഈ നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഒരു മുന്നണിയാകുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കും. അത് സ്വാഭാവികമാണ്. എല്ലാവരും മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കും. നമ്മളത് ചർച്ച ചെയ്യും. എല്ലാവരും സ്വതന്ത്രമായ അഭിപ്രായം പറയും. പൊതുവെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുഗുണമായ രൂപത്തിൽ ഒരു പൊതു തീരുമാനത്തിലെത്തും. അതാണല്ലോ ജനാധിപത്യ രൂപത്തിലുള്ള പ്രവർത്തനം. ആ നിലയിലുള്ള ചർച്ചകളെല്ലാം മുന്നണിക്കകത്ത് പൊതുവെ ഉഭയകക്ഷി ചർച്ചകളിലാണത് നടന്നു പോയിട്ടുള്ളത്. പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം നമ്മളിപ്പോൾ ഇന്ന് ചേരുമ്പോൾ നല്ല അന്തരീക്ഷത്തിൽ വളരെ യോജിപ്പോടുകൂടി ഇന്നത്തെ സുപ്രധാനമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന് അനുസൃതമായ തരത്തിൽ, അതാണ് പ്രധാനം. ഇടതുമുന്നണി പടിഞ്ഞാറൻ ബംഗാളിലും ത്രിപുരയിലുമാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾക്കെല്ലാം നിയമസഭയിൽ നമ്മൾ സീറ്റുകളിലവരെല്ലാം ഉണ്ട്. അങ്ങനെയല്ലേ? എല്ലാം ഇതിലാകെ 20 സീറ്റല്ലേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ 10 പാർട്ടിയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും 10 പാർട്ടികളുള്ള വിപുലീകരിക്കപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നമുക്ക് പരിമിതികളുണ്ടല്ലോ. അതെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അത് CPM-ഉം മറ്റുള്ളവരും ഒരുപോലെ വളരുന്നതിന്റെ ഭാഗമായിട്ടാണ്. 80 പാർട്ടികളല്ലല്ലോ ഇപ്പൊ മുന്നണിയിലുള്ളത്. ആ ഭാഗം മറന്നുപോയി. ആ ജനതാദളല്ല ഈ ജനതാദള്. ഇപ്പൊ നമ്മുടെ മുന്നണിയില് ജനതാദള് തന്നെ ഒന്നിലധികം ഉണ്ട്. ലോക് താന്ത്രിക് ജനതാദളുണ്ട്, ജനതാദൾ എസ് ഉണ്ട്, കേരള കോൺഗ്രസ് തന്നെ നമുക്ക് ഒന്നിലധികം കേരള കോൺഗ്രസുകളുണ്ട്. അതൊക്കെ മാറി വന്നൊരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പൊതുസ്ഥിതിയല്ലേ. ഒരിക്കലുമില്ല. അത് കൂട്ടായ ചർച്ചയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്ത് നടത്തിയ ഒരു പൊതു ചർച്ചയുടെ ഭാഗമായി ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് സീറ്റുകൾ വിജയ സാധ്യതയൊക്കെ പരിശോധിച്ച് മൊത്തത്തിലുള്ള കാര്യങ്ങളാകെ നമ്മുടെ ശത്രുവിനെ തോൽപ്പിക്കാൻ, BJP-യെ തോൽപ്പിക്കാൻ പറ്റിയ സാഹചര്യത്തിലുള്ള ഒരു പൊതു തീരുമാനത്തിലേക്ക് എത്തുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാവരും കൂടി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ.
നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് നിന്നാലാണ് ആ പരാജയം ശക്തിയോടുകൂടി നമുക്ക് നടത്താൻ കഴിയുക, അവരെ പരാജയപ്പെടുത്താൻ കഴിയുക. ആ പരാജയപ്പെടുത്താനുള്ള ശക്തി നല്ല നിലയിൽ സമാഹരിക്കാൻ പ്രാപ്തമായ തരത്തിലുള്ള ഉൾപാർട്ടി ചർച്ചകളുടെ ഉൽപ്പന്നമാണ് ഈ തീരുമാനം. അങ്ങനെ പറഞ്ഞതായി കേട്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറഞ്ഞ് വിഷമിപ്പിക്കാൻ പാടില്ല ആളുകളെ. ഇല്ല, ഡൽഹിയിലേക്ക് ഇവിടുന്ന് അവരുടെ കമ്മിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയാൽ അവരുടെ ഡൽഹിയിലെ കമ്മിറ്റി അതിന് അംഗീകാരം കൊടുക്കുകയാണ് ചെയ്യുക. പ്രഖ്യാപിച്ചിട്ടില്ല. എന്നായിരുന്നു? ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കോ? ഞാനത് അറിഞ്ഞിട്ടില്ല. നമ്മള് അല്ല, ഉച്ചയ്ക്ക് 2 മണിക്ക് 3 മണിക്ക് നമ്മുടെ യോഗത്തിന്റെ ഒരു തയ്യാറെടുപ്പിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. പൊതുവെ അവരുടെ സംസ്ഥാന സമിതി അതൊക്കെ ചർച്ച ചെയ്താൽ മേലോട്ട് അയച്ച് പിന്നെ കീഴോട്ട് വന്ന് അവർ ഔദ്യോഗികമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കാനാണ് പൊതുപതിവ്. പൊന്നാനിയിൽ മുസ്ലിം ലീഗിന്റെ തോൽവി ഉറപ്പാക്കാൻ പറ്റിയ തരത്തിലുള്ള സ്ഥാനാർത്ഥിയെ ഉറപ്പിക്കാൻ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത ഉണ്ട്. മറുപടി നാളെ തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അന്തിമ തീരുമാനമായില്ല, നാളേക്ക് ആവുള്ളൂ. അതൊക്കെ നാളെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള ഉത്തരങ്ങളാണ്. നാളെ ഇവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിനെ അത് പറയുമല്ലോ, വിശദീകരിക്കും. അപ്പൊ നമുക്ക് ആ ചോദ്യമൊക്കെ നമുക്ക് ചോദിച്ച് നമുക്കത് കാര്യങ്ങൾ കുറെ കൂടി മനസ്സിലാക്കാൻ സഹായകരമായ ഒരു അന്തരീക്ഷം നാളെ ഉണ്ടാവും. അതൊക്കെ വരെ ആവുന്നേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യം വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ദേശീയ നേതാക്കളും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇവിടെ ഉണ്ടാവും. പൊതുവെ നല്ല സംഘടനാ പ്രവർത്തനം നടത്തുക, അതിന്റെ സമാന്തരമായി ബഹുജന ക്യാമ്പയിനുകളിൽ കേന്ദ്ര നേതാക്കളുടെ പങ്കാളിത്തം, ആ നിലയിലാണത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോദി ഭരണം അവസാനിച്ചാൽ അദ്ദേഹത്തിന്റെ ഗവർണർ പണി പോവും. അത് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ബുദ്ധിവൈഭവമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇല്ല, ചർച്ച ചെയ്തില്ല. അതൊന്നുമില്ല. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രാഥമികമായ സംഗതികളേ ആയുള്ളൂ. സംഭവം നടന്നു, അന്വേഷണം വരുന്നു, അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അത് സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റും. അല്ല, അതിൻ്റെ ശരിതെറ്റുകളൊക്കെ അതിൻ്റെ വിശദാംശങ്ങൾ വന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു മാവോയിസ്റ്റ് വിഷയമാണ്. അതിൽ സ്വാഭാവികമായിട്ടും പോലീസ് ഇടപെടലുണ്ടായതാണ്. അവരുടെ അന്വേഷണം നടക്കുന്നു. അതിൽ വിശദാംശങ്ങൾ വന്നു കഴിഞ്ഞെങ്കിലേ നമുക്ക് അതിൻ്റെ ആ നിലയിൽ അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയുള്ളൂ. UDF ദേശീയ തലത്തിൽ ചേർത്തതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ അവരുമായിട്ട് സഹകരിക്കാൻ പറ്റില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ ഒരു പൊതുനയമാണ് ഇടതുപക്ഷത്തിനുള്ളത്. ആ പൊതുനയം അനുസരിച്ച് BJPയെ തോൽപ്പിക്കാനുള്ള പരമാവധി പരിശ്രമം നടത്തുക എന്നത് ഇന്നത്തെ ഇന്ത്യൻ ദേശീയ സാഹചര്യത്തിൽ ഇടതുപക്ഷം സ്വീകരിക്കേണ്ട ഏറ്റവും ശരിയായ രാഷ്ട്രീയ നിലപാടാണ്. ഒരിടതുപക്ഷത്തിന് ഒരു തീവ്ര ഹിന്ദുത്വ ശക്തി നടത്തുന്ന പ്രതിലോമ പ്രവർത്തനങ്ങളെ ഒരു ഭാഗത്തത് ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും തങ്ങളുടേതല്ലാത്ത വിശ്വാസത്തെ ശത്രുപക്ഷത്ത് നിർത്തി വലിയ തോതിൽ ആക്രമിക്കുകയും ചെയ്യണം. വേറൊരു ഭാഗത്തത് രാജ്യത്തിൻ്റെ സമ്പത്ത് സമ്പന്നന്മാർക്ക്, കോർപ്പറേറ്റുകൾക്ക്
കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയാണ്. അതിന്റെ പ്രതിഫലനം എന്നുള്ള നിലയ്ക്കുള്ള സാമൂഹ്യ ദുരിതങ്ങളും നമ്മളെ നാടിപ്പോൾ അനുഭവിച്ചു വരികയാണ്. എല്ലാ നിലയിലുമുള്ള തിരിച്ചടി രാജ്യം നേരിട്ട, വളർച്ച മുരടിച്ച, തൊഴിൽ സാധ്യതകൾ അടഞ്ഞുപോയ, കാർഷിക വ്യവസായ മേഖല തകർന്ന ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരിടതുപക്ഷത്തിന് BJP-യെ തോൽപ്പിക്കാൻ എല്ലാ കഴിവും അത് ഉപയോഗിക്കേണ്ടതുണ്ട്. അതാണ് ഇടതുപക്ഷ നിലപാട്. അപ്പൊ ഇടതുപക്ഷം മത്സരിക്കാത്ത സീറ്റുകളിൽ BJP-യെ തോൽപ്പിക്കാൻ ഏറ്റവും പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇടതുപക്ഷ സമീപനം. അത് ആര് എന്ന് നോക്കിയിട്ടല്ല, BJP-യെ തോൽപ്പിക്കുക എന്നതിലെ മുൻഗണനയാണത്. ആ നിലയിലാണ് ഇടതുപക്ഷം അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ പൊതു എണ്ണവും സാന്നിധ്യവും ഇന്നത്തെ സാഹചര്യത്തിൽ വർദ്ധിക്കേണ്ടതുകൊണ്ട് ആ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ള നിലയിലുള്ള കാഴ്ചപ്പാടും വെച്ചുകൊണ്ടാണ് മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ വളരെ സുതാര്യമായ ഒരു നിലപാടാണ്. അതിൽ നേർക്കാഴ്ചയ്ക്കപ്പുറത്തുള്ള ഒന്നും ഇല്ല. ആരോട്? ഇവിടെ BJP ഒരു സീറ്റിലും ജയിക്കാൻ പോകുന്നില്ല. പിന്നെ ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. അത് മിക്കവാറും തീരും. മിക്കവാറും ഇന്നും തീർന്നേക്കാമെന്നാണ് നമ്മൾ കരുതുന്നത്. അതിന്റെ ചർച്ച ആരോഗ്യകരമായ തരത്തിൽ നമ്മളത് പ്രശ്നം പരിഹരിക്കുക എന്നുള്ള നിലയ്ക്കുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവരോട് ഇന്ന് മന്ത്രി അവരോട് ഇപ്പൊ ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്. ഇപ്പൊ വൈകിട്ട് ആര് പറഞ്ഞു? എന്താ പറഞ്ഞേ? അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കും. സ്വാഭാവികമാണത്. മന്ത്രിയില്ലാതെ നമുക്ക് ചെയ്യാം. മന്ത്രി അപ്പോൾ സ്ഥലത്തില്ലല്ലോ. ആ പരിശ്രമം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നടക്കുകയാണ്. ഒരു പ്രക്ഷോഭ സമരത്തിലെ അവർ ഉയർത്തുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പരിശ്രമമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെടുത്തിയ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. കോടതി വിധിയെ തുടർന്ന് അവരെ പിരിച്ചുവിട്ടതാണ്. മറ്റൊരു വിഭാഗത്തെ നിയമിച്ചതാണ്. നിയമനം സംബന്ധിച്ചുള്ള കോടതിയുടെ പൊതു കാഴ്ചപ്പാട് അക്കാര്യത്തിലുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് അവരെ എങ്ങനെ സഹായിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പരസ്പര കൂടിയാലോചനകളും ആശയവിനിമയവും നടത്താനുള്ള സാവകാശം എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ആ നിലയിലാണ് നമ്മൾ ആ കാര്യത്തെ കണ്ടത്. അനുഭാവപൂർവ്വം ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു പരിശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മന്ത്രി അവരുമായിട്ട് ഇപ്പോൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചർച്ച ചെയ്യുന്നതാണ്. അവസാനിപ്പിക്കാം. സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം കൺവീനർ A. വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ തന്നെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വിപുലമായ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്താനാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ച് 20 മുൻപായി തെരഞ്ഞെടുപ്പ് സംഘാടക സമിതികൾ രൂപീകൃതമാകും. അതുപോലെ തന്നെ LDF-ന്റെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് LDF സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ കണ്ടത്. ഘടകകക്ഷികൾ എല്ലാവരും തന്നെ സംയുക്തമായാണ് തീരുമാനങ്ങളെല്ലാം കൈക്കൊണ്ടിട്ടുള്ളതെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ ദിനകർ ഇപ്പോൾ ചേരുന്നുണ്ട്. ദിനകർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേയായി നടന്ന ഒരു നിർണായക യോഗം, എന്തൊക്കെയാണ് യോഗം കൈക്കൊണ്ടിട്ടുള്ള പ്രധാന തീരുമാനങ്ങൾ? അശ്വതി, LDF യോഗം പൂർത്തിയായതിനു ശേഷമാണ് A. വിജയരാഘവൻ കൺവീനർ മാധ്യമപ്രവർത്തകരെ കണ്ടത്. 16 സീറ്റിൽ CPIM-ഉം 4 സീറ്റിൽ CPI-യും മത്സരിക്കാൻ ധാരണയായിരുന്നു. അതനുസരിച്ചുള്ള ചർച്ചകൾ ആണ് ഇന്ന് പൂർത്തിയായത്. മോദിയെ പുറത്താക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പരമാവധി സീറ്റുകൾ കേരളത്തിൽ നിന്നും നേടിയെടുക്കുക എന്നതാണ് LDF ലക്ഷ്യം വെക്കുന്നത്. അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 13-ാം തീയതി 10 മുതൽ 13 വരെയാണ് 20 മണ്ഡലങ്ങളിലെയും കൺവെൻഷനുകൾ നടക്കുക. പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾ 13-ാം തീയതിക്കകം പൂർത്തിയാകും. ഇതനുസരിച്ച് കാസർഗോഡ് 11-ാം തീയതി, കണ്ണൂർ വടകര 12-ാം തീയതി, കോഴിക്കോട് 11, വയനാട് 14, മലപ്പുറം 11, പൊന്നാനി 14, പാലക്കാട് 10-ാം തീയതി, ആലത്തൂർ 12, തൃശൂർ 11-ാം തീയതി, ചാലക്കുടി 12, എറണാകുളം 11, ഇടുക്കി 12-ാം തീയതി, കോട്ടയം മാർച്ച് 12, ആലപ്പുഴ 11, പത്തനംതിട്ട 12, മാവേലിക്കര 12, കൊല്ലം 12, ആറ്റിങ്ങൽ 11-ാം തീയതി, തിരുവനന്തപുരം 13-ാം തീയതി. അങ്ങനെ 10 മുതൽ 13 വരെയാണ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾ നടക്കുക.
രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം അനുസരിച്ച് LDF-ന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന കേരള ജാഥയിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. UDF-നെ അപേക്ഷിച്ചുകൊണ്ട് വലിയ ഒരു ജനമുന്നേറ്റം തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അത് വലിയ ഒരു പ്രതീക്ഷയാണ് LDF-ന് ഉണ്ടായിട്ടുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ലോക്സഭാ സീറ്റ് വിഭജനം ഏകകണ്ഠമായ തീരുമാനമാണ് കൈക്കൊണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിൽ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയുണ്ടായി. 20-ാം തീയതിക്കകം തെരഞ്ഞെടുപ്പ് സമിതികൾക്കും രൂപം നൽകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മോദി ഭരണം അവസാനിച്ചാൽ ഗവർണർ പണി പോകും എന്നുള്ളതുകൊണ്ടാണ് കുമ്മനം രാജിവെച്ചത് എന്നും അദ്ദേഹം ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ശരി ദിനകർ, LDF സീറ്റ് വിഭജനം പൂർത്തിയായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകും. വിവരങ്ങളാണ് ദിനകർ നൽകിയത്.